ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡോക്ടർ ട്വിൻസ്. ഇത് നമ്മളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഞാൻ വിചാരിച്ചു യോഗയെക്കുറിച്ച് തന്നെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോഗയെക്കുറിച്ചുള്ള ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടാവും. യോഗ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ്. സോ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യോഗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ യൂണിയൻ എന്നാണ്. അതായത് സമത്വം യോഗ ഉച്യതേ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സമത്വം, ദാറ്റ് ഈസ് ദി ബാലൻസ് സ്റ്റേറ്റ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. അതായത് നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറും ആസനാസോ അല്ലെങ്കിൽ പ്രാണായാമങ്ങളോ മാത്രമല്ല യോഗ എന്ന് പറയുന്നത്. അത് ഈ ആസനാസും പ്രാണായാമാസും ഒക്കെ യോഗയുടെ ഒരു ഭാഗം മാത്രമാണ്. യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ അഷ്ടാംഗ യോഗയാണ്. അതായത് അഷ്ടാംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 limbs ഓഫ് യോഗ. ദാറ്റ് ഈസ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന ആൻഡ് സമാധി. അപ്പോൾ ഇതാണ് അഷ്ടാംഗ യോഗ. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൽ വരുന്നതാണ് ആസനാസും പ്രാണായാമങ്ങളും ഒക്കെ. അതായത് സമാധി എന്ന് പറയുന്നത് ലാസ്റ്റ് ലിംബ് ഓഫ് യോഗയാണ്. ദാറ്റ് ഈസ് ദി ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഓർ മോക്ഷ എന്നാണ് പറയുന്നത്. അതിൽ എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, യോഗ എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓഫ് കോഴ്സ് യെസ്, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികളായാലും പ്രായമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അങ്ങനെ യോഗയ്ക്ക് ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഏജിൽ വേണമെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വല്ല ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള യോഗ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തെറാപ്യൂട്ടിക് യോഗ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ തെറാപ്യൂട്ടിക് യോഗ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആസനാസോ പ്രാണായാമാസോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത്, യോഗ ചെയ്യാനായിട്ട് എങ്ങനത്തെ ഒരു പ്ലേസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ റൂമിന്റെ അല്ലെങ്കിൽ വീടിന്റെ പുറത്തുള്ള സ്ഥലമായിരിക്കാം, ഔട്ട്സൈഡ് ആയിരിക്കാം. അപ്പൊ ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിലും മേക്ക് ഷുവർ ഇറ്റ് ഇസ് വെൽ വെന്റിലേറ്റഡ്. അതായത് നല്ല വായു സഞ്ചാരവും അതേപോലെ തന്നെ വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു ക്ലീൻ പ്ലേസ് ആയിരിക്കണം അത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു യോഗ ചെയ്യുന്നതിന് ഒരു 2 hours മുന്നേ എങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, യോഗ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് യെസ്, വെള്ളം കുടിക്കാം. പക്ഷേ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം നിറച്ചൊന്നും കുടിക്കരുത്. സിപ്പായിട്ട് ഒരു 2-3 സിപ്പ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പക്ഷേ യോഗ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് യോഗയുടെ ഇടയിൽ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത്രയും ദാഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. പക്ഷെ അത് ഒരു ലൂക്ക് വാം വാട്ടർ ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു അധികം ചൂടും അധികം തണുപ്പും അല്ലാത്ത വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് യോഗ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യോഗ മാറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാ മാർക്കറ്റിലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ യോഗ മാറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പായി പോവാതെയുള്ള കോട്ടന്റെ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. പിന്നെ ഏത് സമയത്താണ് യോഗ ചെയ്യേണ്ടതെന്നാണ്. രാവിലെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടും ഒക്കെ ചെയ്യാം. പക്ഷേ യോഗ ചെയ്യുന്നതിന് 2 മണിക്കൂർ മുന്നേ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രാവിലെ നിങ്ങൾ യോഗ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യോഗ ചെയ്യുന്നതിന് മുന്നേ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഒരു 3-4 നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. ലൈറ്റ് ആയിട്ട് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് യോഗ ചെയ്യാം. പിന്നെ എത്ര നേരം നമുക്ക് യോഗ ചെയ്യാം? അതായത് ഒരു ദിവസം മാക്സിമം ഒരു 1 hour നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 to 45 minutes യോഗാസനാസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അസനാസും പ്രാണായാമാസും എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു 45 minutes പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യോഗ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് കുറേ ഭക്ഷണം കഴിക്കുക, കുറേ വെള്ളം എടുത്ത് കുടിക്കാനും പാടില്ല. ഒന്ന് കുറച്ച് നേരം ഒരു 10 minute എങ്കിലും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാനെങ്കിൽ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്യാം.
അടുത്തതായിട്ട് യോഗാസനാസ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആസനാസ് എല്ലാം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ശവാസനം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആസനാസിന്റെ മുഴുവൻ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ശവാസനം കൂടെ ചെയ്തിട്ട് യോഗ അവസാനിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള യോഗയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. എല്ലാവരും യോഗ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ ബിഗിനേഴ്സിനുള്ള യോഗാസനാസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. See you in the next video.